ഹലോ മൈ ഡിയേഴ്സ്. അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ എയർപോർട്ടിലേക്ക് പോവാണ്. പോകുന്ന വേറെ ഒന്നുമല്ല, അമ്മമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അമ്മമ്മ മാമൻ്റെയും മാമീൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം പോകുന്ന വഴി ഞാൻ ഒരുപാട് തവണ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഇങ്ങനെ എയർപോർട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം എനിക്കൊരു 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ ഫസ്റ്റ് ടൈം ഗൾഫ് പോകുന്നത്. പിന്നെ ഞാനൊരു 3-4 അങ്ങനെ പഠിക്കുമ്പോഴാണ് ആൾ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും എന്താ പറയുക ഓവറായിട്ട് അങ്ങനെ അച്ഛനുമായിട്ടില്ല. പിന്നെ ഈ പണ്ടൊന്നും ഇതുപോലെ വീഡിയോ കോളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പം അച്ഛൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ വന്ന് കുറച്ച് ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ നല്ല അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമായി. ഞാനങ്ങനെ കരഞ്ഞ് എന്താ പറയുക, ഒരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നേ. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ അന്ന് ഗൾഫിൽ നമ്മൾ എന്താ പറയുക എയർപോർട്ടിലേക്ക് ആക്കാൻ വേണ്ടി പോയ സമയത്ത് ആളുടെ ഉള്ളിൽ എന്തൊക്കെയോ പേപ്പേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം എന്തോ കാരണത്താൽ അന്ന് പോകാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ എനിക്കുണ്ടായ ഒരു ഹാപ്പിനെസ്, അപ്പോൾ ഈ എയർപോർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു മൊമെൻ്റാണ് ഇപ്പോഴും ഓർമ്മ വരിക. അതായത് അന്ന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് അച്ഛൻ ഇങ്ങോട്ട് അന്ന് തന്നെ വന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. അന്ന് ബാക്കി എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. ബിക്കോസ് നമ്മൾ ഈ പൈസയൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് അതൊക്കെ ക്യാൻസൽ ആവാന്ന് പറയും. പക്ഷെ നമ്മളെ മൈൻഡിൽ അന്ന് ആ പൈസയും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ. കാരണം അച്ഛൻ പോകരുത് എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം അതുപോലെ പോയില്ല എന്നുള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവന്മാരെ കൂടെ വീഡിയോ എടുത്തു ഗൈസ്. എൻ്റെ ഒരു കുഞ്ഞ് കൈ വെച്ച് എത്ര പൊക്കിക്കഴിഞ്ഞാൽ ഇവരെ കഴുത്തിൻ്റെ അറ്റം വരില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. നിൽക്കുന്നുണ്ടോ ഇങ്ങനെ തനിയെ?